ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. യൂണിക്കോൺ 160 വണ്ടി ജനറൽ സർവീസായിട്ട് വരികയാണ്. സർവീസുമായി ബന്ധപ്പെട്ട് ബാക്ക് ബ്രേക്കൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈൻഡറൊക്കെ കമ്പനി ലൈൻഡറാണ്, ഹോണ്ടയുടെ ഒറിജിനൽ ലൈൻഡർ തന്നെയാണ് യൂസ് ചെയ്തതാണ്. നമുക്ക് ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തതിന് ശേഷം റീസെറ്റ് ചെയ്യാം. പിന്നെ വണ്ടി ഓപ്പൺ വാഷിംഗ് പറഞ്ഞിട്ടുണ്ട്, കാരണം സീറ്റിൻ്റെ ഉള്ളിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ചെളി കാര്യങ്ങളുണ്ട്. ചേസിൻ്റെ ഈ പോർഷൻ ഇവിടെയൊക്കെ വെൽഡ് ചെയ്യാൻ്റെ പെയിൻ്റ് അടിച്ച് ചെയ്യാൻ്റെ. അപ്പോൾ ഓൾറെഡി ഈ കണ്ടീഷനിൽ തന്നെ നമുക്ക് ഫുള്ളായിട്ടൊന്ന് വാട്ടർ സർവീസ് ചെയ്തെടുക്കാം. ഓപ്പൺ വാഷിംഗ് എന്ന് പറയുമ്പോൾ ഓൾറെഡി മൊത്തത്തിൽ വാഷ് ചെയ്യും. ആ കൂട്ടത്തിൽ കൂടെ നമുക്ക് അതിൻ്റെ ചെയിനും കൂടി ഒന്ന് വാട്ടർ സർവീസ് ചെയ്ത് ക്ലിയർ ചെയ്തതിന് ശേഷം ചെയിനൊന്ന് ഗ്രീസ് ചെയ്തിടാം കേട്ടോ. എന്തായാലും ഓപ്പൺ വാഷിംഗ് എന്ന് പറയുമ്പോൾ അവരുടെ ഒരു ചാർജ് ഉണ്ട്. ആ എമൗണ്ടിൽ കൂടെ നമുക്ക് ആ ചെയിൻ കൂടി ക്ലീൻ ചെയ്ത് ചെയിൻ ഗ്രീസിങ് ആയിട്ട് ചെയ്യാം കേട്ടോ. പിന്നെ അതേപോലെ തന്നെ എൻ്റെ എയർ ഫിൽറ്റർ പുതിയ ഫിൽറ്ററാണ്, വലിയ പഴക്കമൊന്നും ആയിട്ടില്ല. ഹോണ്ടയുടെ കമ്പനി ഫിൽറ്റർ തന്നെയാണ് കിടക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് തുടച്ച് ക്ലീനാക്കി റീസെറ്റ് ചെയ്താൽ മതി. ബാറ്ററിയുടെ കണ്ടീഷൻ നമ്മളൊന്ന് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. 5 മോഡൽ ബാറ്ററിയാണ്, 5 ആംപിയറിൻ്റെ ബാറ്ററിയാണ് നമുക്ക് ആമറോണിൻ്റെ ബാറ്ററി ഇരിക്കുന്നത്. 12.86 അതിൻ്റെ വോൾട്ട് കാണിക്കുന്നുണ്ട്. വോൾട്ട് നമുക്ക് കിട്ടുന്നുണ്ട്, 12.86 കിട്ടുന്നുണ്ട്. ബാറ്ററി നമ്മൾ ടെസ്റ്റ് മോഡിലേക്ക് കൊടുത്തിട്ടുണ്ട്, ഓക്കെ ആയിട്ടാണ് കാണിക്കുന്നത്, വേറെ പ്രോബ്ലം ഒന്നുമില്ല കേട്ടോ. പിന്നെ നമുക്ക് ബാക്കിയത്തെ എന്ന് പറയുമ്പോൾ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബ്രേക്കിൻ്റെ പാഡ് നമ്മൾ ക്ലീൻ ചെയ്യാനൊക്കെ ആയിട്ട് അയച്ചിട്ടുണ്ട്. ബ്രേക്ക് പാഡ് നമ്മളൊന്ന് അഴിച്ചു നോക്കി ക്ലീനിങ് ഒക്കെ ചെയ്ത് റീസെറ്റ് ആക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഈ കാലിപ്പറിൻ്റെ ബ്രാക്കറ്റ് അസംബ്ലി നമ്മളൊന്ന് ഗ്രീസ് ചെയ്യുന്നുണ്ട് അയച്ച്, കാരണം ഇത് ടൈറ്റ് വന്നു കഴിഞ്ഞാൽ ബ്രേക്ക് കയറി ലോഡായിട്ട് നിൽക്കും, നമുക്ക് അറിയാൻ പറ്റില്ല, പെട്ടെന്ന് ബ്രേക്ക് പാഡിൻ്റെ ലൈഫ് കുറയും. അപ്പോൾ കൂട്ടത്തിൽ കൂടെ ഈ റബ്ബർ ഇതിൻ്റെ വന്ന റബ്ബർ ഒന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അത് കുറച്ച് കഴിയുമ്പോഴത്തേക്കാണ് ഒരു വളരെ ലൂസായ രീതിയിലേക്ക് ആയി പോകും. അപ്പോൾ അതും കൂടി കൂട്ടത്തിൽ കൂടെ മാറ്റിയിടുന്നുണ്ട്. സ്പാർക്ക് പ്ലഗ് ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയാൽ മതി, വേറെ പ്രോബ്ലം ഒന്നുമില്ല. മെയിനായിട്ട് അതൊക്കെ ഉള്ളൂ. ജനറൽ ജനറലായിട്ടുള്ള സർവീസും പിന്നെ അതിൻ്റെ സ്വിച്ച് കാര്യങ്ങൾ, ബ്രേക്കിൻ്റെ സ്വിച്ചുകൾ, ഇൻഡിക്കേറ്റർ, ഹോൺ സ്വിച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യാനുണ്ട്. അതൊക്കെ സർവീസിനകത്ത് വന്നതാണ്. നമുക്ക് ആ ചേസ് വെൽഡിങ്ങും ഈ പറഞ്ഞ രീതിയുടെ ഓപ്പൺ വാഷിങ്ങും കൂടിയും ഉൾപ്പെടുത്തി, അതായത് ജനറൽ സർവീസ്, ചേസ് വെൽഡിങ്, ഓപ്പൺ വാഷിങ്, ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു എസ്റ്റിമേറ്റ് ചെയ്യാൻ നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഇട്ടേക്കാം കേട്ടോ. അപ്പോൾ നാളെ വൈകിട്ടത്തേക്ക് വണ്ടി കംപ്ലീറ്റ് ആവും. ഓക്കെ.